അത് അപ്പിപ്പരിപ്പാണ് അത്ര, ചണ്ടി പരിപ്പാണ്. പഴയതാത്രതേ. അമ്മു കഴുകിയിട്ടില്ലെന്നല്ല പറയുന്ന, വർഷങ്ങള് പഴക്കണ്ടെന്നാ പറയണത്. ആ ഡബ്ബിയിലെടുത്ത് ഇരിക്കുന്നത് എം ടി ആക്കണേ. അങ്ങനെ മേജക്കൊക്കെ വെള്ളാവണില്ലേ? കാട്ടൊക്കെ കുളിക്കണോക്ക, കൈയും കാര്യം മുഖമൊക്കെ കഴുകി കുളിക്കുക. നാല് ചെരുപ്പ് എടുത്തേക്കില്ലേ ചാണ്ടി? എടാ കൊടൈക്കനാലിൽ ഒരു വീട് വെച്ചിട്ടേ അവിടെ കൂടുക. നമുക്കവിടെ ഷിഫ്റ്റ് ചെയ്യണം ഫ്യൂച്ചറിൽ കേട്ടോ. ചൂട്ടിട്ട് പോയി ആ കുപ്പി പോഴും കേട്ടോ. അവിടെ ഷിഫ്റ്റ് ചെയ്യണം കേട്ടോ കൊടൈക്കനാലില്. അപ്പൊ അച്ഛനമ്മ എന്ത് ചെയ്യും? അച്ഛനും അമ്മയും ചോദിച്ചു നോക്കണം. എപ്പൊ സമ്മതിക്കും, കാത്തിരുന്നു. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു വ്ലോഗ്. ഞങ്ങൾ സ്കൂളിലേക്ക് പോവാണ്. മാമൂല് കഴിഞ്ഞോ? അല്ല, ബാബുടെ ഇത് ചൂടുണ്ടാവും, പക്ഷെ മുട്ടദോശ കഴിക്കണം. ദേണ്ട ഇവിടെ വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്കുക. ഓക്കെ, ഒക്കെപ്പാടെ വയലിടുവോ? ഈ കുഞ്ഞു വയൽ ഒക്കെപ്പാടെ കൊള്ളുവോ? അപ്പൊ പൊള്ളില്ലേ? ചൂടുണ്ടാവില്ലേ? ചൂടല്ല, ചൂടാറിയിട്ട്. ആ എന്നാ ഇവിടെ ഇരുന്നോ. ഇതിങ്ങനെ മടക്കി മടക്കി ഒറ്റ വയലുണ്ട്. ഒറ്റ വട്ടം ഇതെന്താ മുറുക്കാട് വായിക്ക് എല്ലാം ഒക്കെപ്പാടെ ചുറ്റി കൂട്ടിയിട്ട് അവിടെ ഇന്നാട്ടെ, അവിടെ ഇന്നാട്ടെ. അപ്പൊ അച്ഛൻ പാച്ചുണ്ടാക്കി തരാം കേട്ടോ. പാലുണ്ടാക്കി തരാം കേട്ടോ. പാല് വേണ്ടേ? അങ്ങനെ പയ്യത്. അങ്ങനെ എനിക്കുള്ള ചെറുപയർ ദോശ ഉണ്ടാക്കി. അമ്മോൻ്റെ പരിപാടി അമ്മ കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഉള്ളിച്ചട്ടണി ഉണ്ട്. പിന്നെ അമ്മോൻ്റെ വകത വഴുതനങ്ങ ഉപ്പേരി. വേർത്ത് പൊളിച്ചു പാവം കണ്ടോ. ഓട്ടാണ് രാവിലെ കണ്ടോ. 8:30 ഈ നേരത്തെ അവിടെ എത്തേണ്ടതാണ്. ഇപ്പഴേ തിന്നുകൊണ്ടിരിക്കുകയാണ്, പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ ഡിലേ ആണ്. പെർമിഷൻ ചോദിക്കണം കേട്ടാ. അന്ന് ചോദിക്കുവോ? ആ പെറുക്കി തരേ. അതിനോട് ആരാ ദോശ മൊത്തം അവിടെ കൊണ്ടിട്ട് ഇടാൻ ഇതൊക്കെ ഒന്ന് കരിഞ്ഞ ഇവിടെയൊക്കെ ദോശ മൊത്തം പെറുക്കി വെച്ചിരിക്കണ ഇവിടെ. അച്ഛൻ പെറുക്കിട്ടണം അല്ലേ? കേട്ടടാ, അച്ഛൻ സ്കൂളിൽ പോയി വന്നതിന് ശേഷം പെറുക്കിട്ടോളെ. അല്ല, കറക്റ്റായിട്ട് കേട്ട് പോണ വഴിക്ക് ഊരി പോരരുത്. വണ്ടി എടുക്കും, വേഗാവട്ടെ. 9:30 കുട്ടീനെ കൊണ്ടാക്കി വരുമ്പോഴേക്ക് അപ്പേക്ക് അമ്മ ദാ അവിടെ ഇരുന്ന് ദോശ കഴിച്ചോണ്ടിരിക്കുകയാണ്. എന്താ ചായ? ചായ, ദോശ, പഴം, പഴമൊക്കെ ഉണ്ട്. പിന്നെ പോരാത്ത ഉണ്ടിയുണ്ട് അല്ലേ? അടിപൊളി. പാരിപ്പൂരി ധാരാളം. ഇന്നും അതെ, അസംബ്ലിന്റെ സമയത്ത് കയറി ചെല്ലണത്. അത് ശീലമായി ഇപ്പം അവർക്കും. അമ്മ വിളിച്ചു പറഞ്ഞു വന്നിട്ടുണ്ട് ഇച്ചിരി വഴുകുന്നുള്ള കാര്യം. അല്ല, നിങ്ങൾക്ക് ആർക്കും വിശക്കണില്ലേ? അറിയാൻ പാടില്ല എന്ന് ചോദിക്കുക. എന്താ തീറ്റയും വെള്ളം കൂടിയൊന്നും വേണ്ടേ? ഇങ്ങനെ കിടന്നാച്ചോ? ചോറിലേക്ക് എന്തൊക്കെയാണ് അമ്മൂന്റെ വക സ്പെഷ്യൽ? പ്രത്യേകിച്ച് ഒന്നുമില്ല. മുളക് വിഷയം, ഉപ്പേരി. മുളക് വിഷയം, വഴുതനങ്ങ ഉപ്പേരി അല്ലേ? കുട്ടീനെ കൊണ്ടുവന്നിട്ട് വേണം സാമ്പാർ ഉണ്ടാക്കാൻ. അതിനുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ ചുമതലയാണ്, എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇന്ന് സാമ്പാർ ഉണ്ടാക്കൽ. ഏത് ക്ലാസ് കുട്ടിയാ? LKG പഠിക്കുന്ന ചേച്ചിയാണോ? ചേച്ചിയുടെ പേരറിയില്ല. LKG പഠിക്കണത് അവൾക്ക് ചേച്ചിയാണ് കേട്ടോ. എന്താ പേരാണ്? കുഞ്ഞാണ് ചോദിച്ചാ മതി. അപ്പൊ പറയില്ലേ? പേരില്ലാത്ത കുട്ടിയാ? പേരക്ക. പേരില്ലാത്ത കുട്ടി പേരില്ലാത്തവർക്ക് പേരക്കാണ്. LKG പഠിക്കുന്ന കുട്ടിയൊക്കെ വാവയ്ക്ക് അനിയത്തി കേട്ടോ, ചേച്ചിയല്ല കേട്ടോ. വാവ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെത്തി. വലിയ സ്കൂളിലെത്തി.
പാടില്ലേ? ആ, ആർക്കറിയാം? മുത്തച്ഛിക്ക് അറിയില്ല ഒന്ന്, കുഞ്ഞാണിക്കല്ലേ അറിയുള്ളൂ. ഇത് നോക്കി, നമ്മൾ അവിടുന്ന് പോന്ന് കഴിഞ്ഞേ ഉള്ളൂ. കുട്ടീനെ കൊണ്ട് വന്ന ഉടനെ തന്നെ നോക്കി മഴ മഴ പെയ്യുന്നടാ. നല്ല പേട്ട തണുപ്പ് കാലം വേഗം വന്നാ മതി. നല്ല മഴ ചാർന്നു. ഞങ്ങള് കഷ്ടിച്ചിട്ട് കഴിച്ചിലായതാ. എന്നാ മഴയൊക്കെ പെയ്യുണ്ടോ? ഞാൻ നോക്കട്ടെ. കുമ്മണ്ട് വാ അച്ഛാ. മഴ ഉണ്ടോ? മഴ ഉണ്ടോ? ആ അതാ കൈമ്പ് മഴ വരുന്നില്ലേ? മാറുവാവേ. നമ്മ അതൊക്കെ ഒഴിച്ച് കളയട്ടെ. അത് അപ്പി പരിപ്പാണ് അത്ര, ചണ്ടി പരിപ്പാണ്. പരിപ്പൊന്നുമല്ല, നല്ലപോലെ കഴുകി വെച്ചാ അങ്ങനെ ആരും ഇടില്ല. പഴയതാ അത്രതേ, ഒരുപാട് പഴയതാണെന്ന്. അമ്മു കഴുകിയിട്ടില്ലെന്നല്ല പറയുന്ന, വർഷങ്ങള് പഴക്കമുണ്ടെന്നാ പറയണത്. ആ ഡബ്ബിയിലെടുത്ത് ഇരിക്കുന്നത് എംടി ആക്കണേ. അത് പഴയതാണെന്നാ പറഞ്ഞത്. മഴ ഇയാളെന്തിനാ നെഗറ്റീവായിട്ട് എടുക്കണം? അപ്പേക്ക് അമ്മയ്ക്ക് ട്യൂഷൻ ആള് തരും. ഇത് ഫോണിൽ കൂടെ നോക്കോ? ആ നേരിട്ട് വരും. ഫോണിൽ കൂടെ നോക്കിയാൽ ശരിയാവില്ല, ഓൺലൈൻ ക്ലാസ് ശരിയാവില്ല. ആ കുട്ടിക്ക് ഇഷ്ടം നേരിട്ട് വന്നിട്ട് ക്ലാസ് എടുക്കണതാണ് അത്ര. അപ്പൊ നേരിട്ടിട്ട് വരും, അമ്മ ക്ലാസ് എടുക്കും. ക്ലാസ് എടുക്കണ്ടേ? പിന്നെ ആരാ എടുക്കുക? ക്ലാസ് എടുക്കാതെ നല്ല സന്തോഷമായിരുന്നു. ഒരേ ഇത് അവർക്കും പറഞ്ഞു കൊടുക്കാം, എനിക്കും റെസ്റ്റ്. ക്ലാസ് ഇപ്പൊ എന്തിനാ തുടങ്ങിയെന്നുണ്ട് ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞു. നിങ്ങൾക്ക് അമ്മയ്ക്കും കുട്ടിക്കും ഉള്ള ടൈമാണ് ഇപ്പൊ മിസ്സാവണത് അല്ലേ, ട്യൂഷൻ ക്ലാസ് കാരണം. പക്ഷെ അവര് വിടാനായിട്ടാണല്ലോ, ഞാൻ വേണ്ടാന്നാണല്ലോ പറഞ്ഞത്. കുഞ്ഞു വിളിച്ച് ചെയ്താൽ ഞാൻ ലീവ്. അവർക്ക് ആവശ്യമുണ്ട്, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുണ്ട്, PA പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ആ കുട്ടി വരുന്നു, അവരന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല ക്ലാസ് എടുക്കുന്ന ആളാണ്, അത്യാവശ്യം നല്ല കേപ്പബിൾ ആണ്, പഠിപ്പിച്ച പിള്ളേരൊക്കെ പാസ്സായിട്ടുണ്ട് സബ്ജക്റ്റിൽ. അത് ടഫായിട്ടുള്ള അക്കൗണ്ടൻസിയിൽ. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? എൻ്റെ ബാബേ അങ്ങനെ മേജക്കൊക്കെ വെള്ളാവണില്ലേ? കാട്ടൊക്കെ കുളിക്കണമൊക്കെ, കൈയും കാലും മുഖമൊക്കെ കഴുകി കുളിക്കുക. കൈയും കാലൊക്കെ കഴുകിയിട്ട് കുളിക്കുന്നത് എന്തൊക്കെ ചോത്താ കാണിക്കണേ? എന്തൊക്കെ ഇവിടെ കാണിക്കണേ? എന്താ കുളിക്കുക? ആ ചെരുപ്പെടുത്തേക്ക് വിടുവാ 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 തരാം ഞാൻ. ആ സാധനം എടുത്തേക്ക്, ചെരുപ്പെടുത്തേക്ക് 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 വാ, ചെരുപ്പെടുത്തേക്ക് വാ. ഈ ചെരുപ്പെടുത്ത് വെച്ചാ അവിടെ വെച്ചിട്ടില്ലേ ചെരുപ്പ് വെക്കാനായിട്ടുള്ള ഒരു സ്ഥലം? അവിടെ കൊണ്ടുവച്ചാ ഈ ചണ്ടി ചെരുപ്പ് ആ കാലോണ്ട് നീക്കിട്ട് അവിടെ കൊണ്ടിട്ട്. ആ അത് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ആക്കി കഴിഞ്ഞാൽ അപ്പം ചെരുപ്പാവില്ലേ? അതാ അടുത്തത്. ഞാൻ അവിടെ പോയിരുന്നിട്ട് തിന്നാ. ഈശ്വര, മഴയൊക്കെ അപ്പൊ നിൽക്കും. ആ നിന്നു. അച്ഛനടിക്ക് എവിടെ എവിടെ എന്റെ സാമ്പാറിന്റെ പണി പകുതിയായിട്ടുണ്ട്. ബാക്കി കുറച്ച് കഴിയുമ്പോഴേക്കും ആവും. ബട്ട് കറണ്ട് ഇല്ല, കറണ്ട് പോയി ഗൈസ്. വാവക്കുട്ടീനെ കൊണ്ടുവരുന്ന സമയത്ത് തുടങ്ങിയ മഴയാണ്. ഇപ്പോഴും നോക്കിയേ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സമയം എന്തായെന്ന് വല്ല പിടിയുണ്ടോ? ഇപ്പൊ സമയം ഏകദേശം 6:15. കറണ്ടും പോയി. ഇതിപ്പോ ഇൻവെർട്ടറിലാണ് ഓടുന്നത്. 6:15. ഇത്ര നേരം കടന്നിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ. കുളിച്ചത് മൊത്തം വേറെ നോക്കുന്നത്. അതുകൊണ്ടല്ലേ ഞാൻ ഇപ്പൊ കുളിക്കാത്തത്. പിന്നെ രാത്രി കഴിഞ്ഞിട്ട് മണ്ട ഇടിച്ച് പോകണം കേട്ടോ. ഞാൻ അതല്ലേ രാത്രി കുളിക്കാന്ന് വെച്ചിട്ട് പെൻഡിങ്ങിൽ വെച്ചേ കുളി. ഇപ്പൊ കുളിക്കാൻ നിൽക്കുകയായിരുന്നു, വേണ്ടെന്ന് വെച്ചു. പ്ലാനേ മാറ്റി. എന്ത് ചെയ്യാൻ, രാത്രി ഒന്നുകൂടി കുളിക്കുക. അപ്പൊ 3 തൊട്ടാവും കുളി. എന്ത് താങ്ക് ഇപ്പൊ അല്ല മഴക്കാലത്ത് അങ്ങനെ പോണെന്ന് ചോദിച്ചാൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. എടാ കൊടൈക്കനാലിൽ ഒരു വീട് വെച്ചിട്ടേ അവിടെ കൂടുക. നമുക്കവിടെ ഷിഫ്റ്റ് ചെയ്യണം ഫ്യൂച്ചറിൽ കേട്ടോ. ചൂട്ടിട്ട് പോയി ആ കുപ്പി പോഴും കേട്ടോ.
അവിടെ ഷിഫ്റ്റ് ചെയ്യണം കേട്ടോ കൊടൈക്കനാലില്. അപ്പൊ അച്ഛനമ്മ എന്ത് ചെയ്യും? അച്ഛനും അമ്മയും ചോദിച്ചു നോക്കണം. എപ്പൊ സമ്മതിക്കും? കാത്തിരുന്നു. അത് മാത്രം ഹോംവർക്ക് എഴുതിക്കോ. ആ കുട്ടി വന്നു. ഇപ്പൊ ഞാൻ ഇവിടെ അങ്ങനെ തുണിയില്ലാണ്ട് നിന്നാ ശരിയാവൂല. അത് ചേച്ചി വന്നു. അച്ഛൻ അപ്പുറത്ത് ഉണ്ടാവും കേട്ടോ, അപ്പുറത്തെ റൂമില്. ഓക്കെ, യു ഗൈസ് ക്യാരി ഓൺ, ലെറ്റ് മീ ഗോ. ആ കുട്ടിയുടെ ഹോംവർക്കിൽ ഒന്ന് പഠിപ്പിച്ചൂടെ? നോളജ് എനിക്ക് ഇരിക്കുക. പിന്നെ ABCD പഠിപ്പിക്കാനും സ്പെല്ലിംഗ് ലെറ്റേഴ്സ്, സ്പെല്ലിംഗ് വേർഡ്സ്, ഡിക്റ്റേഷൻ വേർഡ്സ് പഠിപ്പിക്കാനല്ലേ നോളജ് ഭയങ്കര വേണ്ടത്. എഴുത്തുകുട്ടി ഇംഗ്ലീഷ് വായിക്കാറില്ലേ? ആ ഇല്ല. പഠിപ്പിച്ചു കൊടുത്തൂടെ അതിന്? ഒരു ടീച്ചറുള്ള വീട്ടിൽ ഞാൻ ടീച്ചറല്ല, ജോലിക്ക് പോണില്ല. ഞാൻ ടീച്ചറേ അല്ല. മറക്കാൻ പാടില്ലല്ലോ. അണ്ണാ മൂത്താലും മരങ്ങേറ്റം മറക്കാൻ പാടില്ല. ടീച്ചർ അല്ലല്ലോ, പിന്നെ എന്താ? മറന്നാ എന്താ അല്ലെങ്കിൽ എന്താ? ഞാൻ ഇപ്പൊ ജോലിക്ക് പോണില്ലല്ലോ. പഠിപ്പിച്ചു കൊടുത്തൂടെ? വന്ന വഴി മറക്കരുത് കുട്ടി. മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞോ സാധനം. അപ്പോൾ ഡിന്നറും പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മുടെ കമ്പ്യൂട്ടർ റൂമിൽ തിരിച്ചെത്തി. ഇനി ഇപ്പം ഇന്നത്തെ ഈ വ്ളോഗ് എഡിറ്റ് ചെയ്യണം. അപ്പം ഇന്നത്തെ വ്ളോഗ് അത് അവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.